സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. റിയാസ് മൗലവി കൊലപാതക കേസിൻ്റെ വിധി വന്നതോടെ അതേക്കുറിച്ചുള്ള ചർച്ചകളും തുടരുകയാണ്. പ്രതികളെ 3 പേരെയും കോടതി വെറുതെ വിട്ടതോടെ ആരാണ് അതിനുത്തരവാദി എന്ന തരത്തിലുള്ള ചർച്ചകൾ കാട് കയറി പോവുകയാണ്. കേസ് അന്വേഷിച്ച പോലീസാണോ, കേസ് നടത്തിയ പ്രോസിക്യൂട്ടറാണോ, വിധി എഴുതിയ ജഡ്ജിയാണോ, പ്രതിഭാഗം അഭിഭാഷകരുടെ മിടുക്കാണോ തുടങ്ങി വാദപ്രതിവാദങ്ങൾ കോടതിക്ക് പുറത്ത് അരങ്ങ് തകർക്കുന്നുണ്ട്. റിയാസ് മൗലവി കൊല്ലപ്പെട്ട ദിവസം കാസർഗോഡ് ജില്ലയിൽ വർഗീയ ലഹളയുണ്ടാക്കാനുള്ള ശ്രമമാണ് അതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന. ആ പ്രസ്താവനയിൽ തൂങ്ങിപ്പിടിച്ചായിരുന്നു ബാക്കി കാര്യങ്ങളുടെയൊക്കെ പോക്ക്. ഇപ്പോൾ അതിവേഗം അപ്പീൽ ഫയൽ ചെയ്ത് മൗലവിയുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കും എന്ന പുതിയ പ്രസ്താവനയുമായി അതേ മുഖ്യമന്ത്രി അരങ്ങ് വാഴുന്നുണ്ട്. നാട് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് കൊണ്ട് അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും വേഗത്തിൽ നടക്കുകയും ചെയ്തു. റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് ശേഷം അരങ്ങ് കൊഴുപ്പിച്ച നാട്ടുരാജാക്കന്മാരെ പിന്നീട് നാം കണ്ടത് ആ കേസിൻ്റെ വിധി വന്ന ദിവസം. പരസ്പരം ചളി വാരി എറിയുന്ന കോലത്തിലാണ് നമ്മൾ അവരെ കണ്ടത്. ഇപ്പോഴത്തെ കൊമ്പുകോർക്കൽ സീസൺ കഴിഞ്ഞാൽ ഇനി അവരെ കാണാൻ സാധ്യതയുള്ളത് കേസിൻ്റെ അപ്പീലിൽ വിധി വരുന്ന അന്നായിരിക്കും. ഇത്തരം ചില തട്ടുപൊളിപ്പൻ പ്രസ്താവനകളിലൂടെയും ഇടിവെട്ട് ഡയലോഗുകളിലൂടെയും വേണ്ടി വന്നാൽ ഒരു ശക്തി പ്രകടനത്തിലൂടെയും മുസ്ലിം സമുദായത്തിൻ്റെ കയ്യടിയും വോട്ടും വാങ്ങി അരങ്ങിൽ തന്നെ വാഴാമെന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നല്ല നിശ്ചയമുണ്ട്. പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ കേസിൽ സംഭവിച്ചതെന്താണ്? ഇത്തരമൊരവസ്ഥ ഒഴിവാക്കാമായിരുന്നില്ലേ? ഇനിയും ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന യാതൊരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. അതറിയാൻ ആർക്കും താല്പര്യവുമില്ല. കുറേ കണ്ണീരും സങ്കടവും പിന്നെ അല്പം പ്രതിഷേധവും പാകത്തിന് പ്രസ്താവനയും അത്ര കൊണ്ട് തൃപ്തിപ്പെടുന്ന ഇരകൾക്ക് വേറെന്ത് കൊടുക്കാനെന്നാണ് നാടുവാഴികൾക്ക് തോന്നുന്നത്. ഇന്ത്യ സ്കാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. റിയാസ് മൗലവി എന്ന ഒരു പള്ളി ഇമാം കൊല്ലപ്പെടുന്നതിന് വർഗീയതയല്ലാതെ മറ്റൊരു കാരണവും സാധാരണക്കാർക്ക് ആലോചിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരോടാണ് ഇന്ത്യ സ്കാൻ സംസാരിക്കുന്നത്. റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധിയിൽ നിന്നും പഠിച്ചെടുക്കാവുന്ന ചില പാഠങ്ങൾ നാട്ടുകാരായ നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിൽ നിയമത്തിൻ്റെ നൂലാമാലകളെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. ആരാണ് വീഴ്ച വരുത്തിയത് എന്ന വെളിപ്പെടുത്തലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ല. ഒരു സാധാരണ മനുഷ്യൻ ആ വിധിയിലൂടെ സഞ്ചരിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച്. കാസർഗോഡ് ജില്ലയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ആ കൊലയ്ക്കു പിന്നിൽ എന്ന്. അതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു കേസിൻ്റെ പോക്കും. വർഗീയ സംഘർഷത്തിൻ്റെ കനലുകൾ കൂട്ടിവെച്ചതിൻ്റെ ബാക്കിപത്രം എന്ന നിലയിലാണ് കോടതിയിൽ ഈ കൊലപാതക കേസിനെ വാദിഭാഗം അവതരിപ്പിച്ചത്. അതിന് തെളിവായി പ്രധാനമായി 3 സംഗതികളും അവർ കൊണ്ടുവന്നു. ഒന്ന്, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2016 മെയ് 16 മീപ്പുഗിരി ഇലക്ഷൻ ബൂത്തിൽ നടന്ന തർക്കം. മറ്റൊന്ന് 2016 ജൂൺ 7 വർഗീയമായി നടന്ന ഒരക്രമം. അവസാനമായി 2017 മാർച്ച് 18 ഒരു ഷട്ടിൽ ടൂർണമെൻറ്റിനിടയിൽ നടന്ന അക്രമം. ഇതിനു പുറമെ ഒരു കാറ് തകർത്ത സംഭവവും വീട് ആക്രമിച്ച സംഭവമൊക്കെ വർഗീയമായ ചേരിതിരിവിലേക്ക് ആ നാടിനെ നയിച്ചിരുന്നതായി വാദിഭാഗം നിരത്തിയിരുന്നു. ഈ അക്രമങ്ങൾക്കൊക്കെ അവസാനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ ഹിന്ദു വർഗീയവാദി സംഘടനയായ RSSൻ്റെ പ്രവർത്തകരായ പ്രതികൾ മാർച്ച് 20 റിയാസ് മൗലവിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ചുരുക്കത്തിൽ ഇതായിരുന്നു കേസ്. പക്ഷേ ഇത് തെളിയിക്കാനായില്ല എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത. ദൃക്സാക്ഷികളില്ലാത്ത കേസാണിത്. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾക്കാണ് പ്രാധാന്യം. സാഹചര്യ തെളിവുകൾ മാത്രം പരിഗണിക്കേണ്ടി വരുന്ന കേസുകളിൽ പ്രതികൾ കുറ്റം ചെയ്യാനുള്ള പ്രേരണയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് കോടതികളുടെ നിരീക്ഷണം.
ഇക്കാര്യം എത്രത്തോളം തെളിയിക്കണമെന്നതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. RSS എന്നത് മെമ്പർഷിപ്പോ അംഗത്വ ഫോമോ ഇല്ലാത്ത സംഘടനയാണ്. എത്രയാണ് അവരുടെ അംഗസംഖ്യ എന്നതിന് അവർ പറയുന്നതാണ് ശരി. അവർ പ്രകടനമോ ജാഥയോ നടത്താറില്ല. ആകെയുള്ളത് പഥസഞ്ചലനമാണ്. അതിൽ തന്നെ എല്ലാ RSSകാരും പങ്കെടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ RSSകാരനാണ് എന്ന് തെളിയിക്കുക ശ്രമകരമായ ദൗത്യമാണ്. പിന്നെ അതിന് സാധിക്കുക RSSൻ്റെ പരിപാടികളിൽ അയാളുടെ സാന്നിധ്യം കൊണ്ടോ സാക്ഷി മൊഴികളിലൂടെയോ മാത്രമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച ആദ്യ സംഭവത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് ബൂത്തിൽ നടന്ന സംഭവത്തിൽ, പോലീസുകാരും ഒരു കോൺഗ്രസ് നേതാവുമൊക്കെ സാക്ഷികളായിരുന്നു. അവർ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സംഗതി നടന്നത് ഒരു തെരഞ്ഞെടുപ്പ് ബൂത്തിലായിട്ടും അവിടെ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ് SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടും ഒരു കേസും ചാർജ് ചെയ്യുകയുണ്ടായില്ല. ഈ വന്ന സാക്ഷികളിൽ ആരോടും പ്രതികൾ RSS പ്രവർത്തകരാണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്താൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചില്ല എന്നാണ് വിധിയിൽ പറയുന്നത്. ഒരു പ്രതിയുടെ അമ്മയെ പോലീസുകാർക്ക് പരിചയമുണ്ടായിരുന്നു. കാരണം അവർ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ക്യാൻറ്റീനിൽ ജോലിക്കാരിയായിരുന്നു. മകന് RSSുമായി ബന്ധമുണ്ടോ എന്ന് അമ്മയോട് അന്വേഷിച്ച് രേഖപ്പെടുത്താൻ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായതുമില്ല. ബൈക്കിൽ വന്ന പ്രതികൾ തൊപ്പിയിട്ട തന്നെ വർഗീയ വിരോധം കാരണം ഒരു റമദാൻ മാസത്തിൽ ആക്രമിച്ചു എന്നതായിരുന്നു കോടതിയിലെത്തിയ മറ്റൊരു മൊഴി. ആക്രമിക്കപ്പെട്ടയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. പോലീസ് കേസും എടുത്തു. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് വർഗീയമായ കാരണത്താലാണ് തന്നെ ആക്രമിച്ചത് എന്നോ ആ സമയത്ത് താൻ തൊപ്പി ധരിച്ചിരുന്നുവെന്നോ സാക്ഷി പറഞ്ഞിരുന്നില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അത്തരമൊരു പരാമർശം സാക്ഷി നൽകാതിരുന്നത് കൊണ്ട് കേസിൽ വർഗീയ വിഷയത്തിൽ ചേർക്കാറുള്ള 153A എന്ന വകുപ്പ് ചേർത്തിയിരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥനും കോടതിയിൽ മൊഴി നൽകി. പ്രസ്തുത ബൈക്ക് കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല. പ്രതികൾ മോഷ്ടിച്ച ഒരു ബൈക്കിൽ വന്ന് ഷട്ടിൽ ടൂർണമെന്റ് കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ ആക്രമിച്ചതാണ് മറ്റൊരു സംഭവം. മത്സരം നടക്കുന്ന സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു. സംഭവം നടന്നപ്പോൾ മറ്റൊരു പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും 20-25 മീറ്റർ മാറിയാണ് AR ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിലും കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഈ സംഭവത്തിൽ പരിക്കേറ്റവരുടെ മൊഴിയിലും പ്രതികൾ RSS പ്രവർത്തകരാണ് എന്നില്ല. അവരുടെ ആക്രമണത്തിൻ്റെ കാരണം വർഗീയമാണെന്നതിനും മൊഴിയുടെ പിന്തുണയില്ല. ഈ സംഭവത്തിൽ പ്രതികൾക്ക് പരിക്ക് പറ്റിയിരുന്നുവെങ്കിലും അതിൻ്റെ ഫോട്ടോകൾ ഉണ്ടെങ്കിലും അതൊരു വർഗീയ സംഘർഷമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേസുണ്ടായില്ല എന്നതും ഇതിനെ പ്രതിയുടെ മുസ്ലിം വിരോധവുമായി യോജിപ്പിക്കാനാവില്ല എന്നുമായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. സംഭവത്തിന് ഉപയോഗിച്ച ബൈക്കിൻ്റെ ആളാവട്ടെ പ്രതികളുടെ അഭിഭാഷകൻ കൊടുത്ത നഷ്ടപരിഹാരം കൈപ്പറ്റി ആ മോഷണ കേസ് സെറ്റിലാക്കുകയായിരുന്നു. മൗലവിയുടെ കേസിലെ പ്രതികളെ ബൈക്ക് കേസ് തീർപ്പാക്കുന്ന ദിവസം കോടതിയിൽ കണ്ടിരുന്നുവെന്നല്ലാതെ ആരാണ് ബൈക്ക് എടുത്തത് എന്ന് തനിക്ക് നിശ്ചയമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴി. പ്രതികളുടെ RSS പശ്ചാത്തലമോ വർഗീയ വിദ്വേഷമോ ഇദ്ദേഹത്തോടും ചോദിക്കപ്പെട്ടില്ല. പ്രതികളിൽ ഒരാളുടെ കൂടെ ജോലി ചെയ്ത ആളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചെങ്കിലും അദ്ദേഹത്തോടും പ്രതികളുടെ RSS ബന്ധത്തെക്കുറിച്ചോ വർഗീയ മനോഭാവത്തെക്കുറിച്ചോ ചോദിക്കപ്പെട്ടില്ല. പ്രതികളുമായി സൗഹൃദത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാരനായ ഒരു സാക്ഷിയാവട്ടെ മുസ്ലിം ആയിരുന്നിട്ടും തന്നോടവർക്ക് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല എന്ന മൊഴിയാണ് നൽകിയത്. ഇതിനു പുറമെ മൊഴി മാറ്റിയവരുണ്ട്. നേരത്തെ നൽകിയ മൊഴി പൂർണ്ണമായി നിഷേധിച്ചവരുണ്ട്. ചൂരിയിലും പരിസര പ്രദേശങ്ങളിലുമായി മാസങ്ങളായി വർഗീയമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് മുതൽ തൊപ്പിയിടുന്നത് വരെ കാരണമായിട്ടുണ്ട്. ഇത്തരം സംഗതികളെ നിഷേധിക്കുന്നില്ല. അതിൽ പ്രതികളുടെ പങ്കും വലുതായിരിക്കാം. നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിനുമൊക്കെ അതേക്കുറിച്ച് നല്ല നിശ്ചയവും ഉണ്ടായിരിക്കാം. പക്ഷേ സംഗതി കോടതിയിലെത്തിയതോടെ രേഖകളും സാക്ഷികളുമായി വലുത്. അതങ്ങനെ തന്നെയാണല്ലോ. തർക്കമുണ്ടായി എന്നതിലോ പരുക്കുപറ്റി എന്നതിലോ OP ചീട്ടിലോ ഫോട്ടോകളിലോ ഒന്നിലും കാരണം വർഗീയതയായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടില്ല. അത് നമ്മുടെ ബോധത്തിൻ്റെ പ്രശ്നമാണ്, തിരിച്ചറിവിൻ്റെ ബാധ്യതയാണ്. വെട്ടുപോത്തിനെ വെട്ടുപോത്തായി മനസ്സിലാക്കാനുള്ള ഉൾക്കരുത്തും ബോധവുമാണ് അതിനാവശ്യം. അവിടെയാണ് ഇന്ത്യ സ്കാൻ ഇടപെടുന്നത്. വർഗീയതയെ വർഗീയതയായി കാണാനും അപരമത വിരോധം നാടിനെ നശിപ്പിക്കും
എന്നതിനുമുള്ള സൂചനയാണ് ഈ കേസ്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും ശക്തമായ ഇടപെടൽ പൗരസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരണം. അവസാന വിപത്തിൽ ആർത്തട്ടഹസിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടാവണം എന്നില്ല. RSS നാടിനെ നയിക്കുന്നതും നയിച്ചതും എങ്ങോട്ടായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നതിനും ഇനിയും സ്റ്റഡി ക്ലാസ്സുകൾ ആവശ്യമില്ല. പക്ഷെ നിയമത്തിൻ്റെ വഴിയിൽ കാര്യങ്ങൾ നീക്കാനും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ വർഗീയതയ്ക്കെതിരെ ഉപയോഗപ്പെടുത്താനും ഈ കേരളത്തിലെങ്കിലും നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. ഇരകളെന്ന നിരന്തരമായ നിലവിളികളിലോ നാടുവാഴികളുടെ പ്രസ്താവന വെടിക്കെട്ടുകളിലോ ആശ്വാസം കൊള്ളുന്നതിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല എന്നാണ് റിയാസ് മൗലവി നമ്മളോട് പറയുന്നത്. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ കൈവീശി ഇറങ്ങിപ്പോകുമ്പോൾ ആരാണ് പ്രതിക്കൂട്ടിൽ? പോലീസാണോ, കോടതിയാണോ, പ്രോസിക്യൂഷനാണോ, അതോ നമ്മൾ തന്നെയാണോ? ഉത്തരം നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.